PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ LDC പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെയും പഠിക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ നമ്മുടെ ചാനലിൽ തുടക്കം മുതലേ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു ട്രാക്കിലായി കാണും, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കാണും. ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ക്ലാസ് 1 തൊട്ട് തുടക്കം മുതൽ നിങ്ങൾ കണ്ടുവരാം. നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് തുടക്കം മുതൽ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ചുരുങ്ങിയ 3 മാസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ എടുത്ത് A to Z എന്ന് പറയുന്ന രീതിയിൽ പഠിപ്പിക്കുകയല്ല. PSCക്ക് എന്താണ് വേണ്ടത്, PSC പരീക്ഷകളിൽ സ്ഥിരം ചോദ്യം വരുന്ന ഭാഗം ഏതാണ്, അത് തിരഞ്ഞു പിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സും SCERT NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഡെയിലി നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. കാലത്ത് നമ്മൾ GK പോർഷൻസ് പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 2021 മുതൽ 2024 വരെ നടത്തിയിട്ടുള്ള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും രാത്രി 8 മണിക്ക് ഡിസ്കസ് ചെയ്യുന്നു. വീക്കിലി വൺസ് നമ്മൾ എന്താണ്, ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച രാത്രി 8 മണിക്ക് അന്ന് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരീക്ഷ നടത്തുന്നു. മന്ത്ലി നമ്മൾ എക്സാം നടത്തുന്നുണ്ട്, ഇതുപോലെ റിവിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്കും ഇനി ആദ്യം മുതൽ കണ്ടുവന്നെത്തിയാലും ഫോളോ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് എക്കണോമിക്സിൻ്റെ SCERT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന SCERT പാഠഭാഗമാണ് സാമ്പത്തിക സ്രോതസ്സുകൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന എക്കണോമിക്സിലെ SCERT പാഠഭാഗം നമുക്ക് നോക്കാം. സാമ്പത്തിക സ്രോതസ്സുകൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്താണ് സമ്പൂർണ്ണ എന്ന് പറയുന്ന പദ്ധതി? എന്താണ് സമ്പൂർണ്ണ? സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖല 1 കൃഷിയാണ്, 2 വ്യവസായം, 3 സേവനം. കൃഷി, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഇതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 മേഖലകൾ. അത് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഓരോ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് പ്രാഥമിക മേഖല. എന്താണ് പ്രാഥമിക മേഖല? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രാഥമിക മേഖല അറിയുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല. എന്തുകൊണ്ടാണ്? കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല. ഇനി എന്താണ് ദ്വിതീയ മേഖല? ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രാഥമിക മേഖലയാണ്. ആ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുവായിട്ട് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്ത്? ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല പ്രാധാന്യം നൽകുന്ന എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യം നൽകി കാർഷിക മേഖല എന്നറിയപ്പെട്ടതുപോലെ
വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്ന ദ്വിതീയ മേഖല അറിയപ്പെടുന്ന പേരാണ് വ്യാവസായിക മേഖല. എന്താണ്? വ്യാവസായിക മേഖല. ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖല. ആ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ദ്വിതീയ മേഖല. ഈ പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്കു പുറമെ സേവന മേഖലയിൽ എന്തൊക്കെ വരും? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഏതിലുൾപ്പെടുന്നു? സേവന മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് എന്ത്? തൃതീയ മേഖല. സേവന മേഖല അറിയപ്പെടുന്നതാണ് തൃതീയ മേഖല. അപ്പൊ പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല, ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖല, തൃതീയ മേഖല അഥവാ സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 3 മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത്. സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത് എപ്പോഴാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം: പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അപ്പോൾ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയാണ് ഒരു രാജ്യത്ത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. പറഞ്ഞു, പരുത്തി എന്ന് പറയുന്നത് എന്താണ്? പരുത്തി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമാണ്. പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, പ്രകൃതി വിഭവമാണ് പരുത്തി എന്ന് പറയുന്നത്. അത് പ്രാഥമിക മേഖലയാണ്. എന്നാൽ ആ പരുത്തി നമ്മൾ തുണി വ്യവസായശാലകളിൽ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു? തുണി നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അത് ദ്വിതീയ മേഖലയിൽ പെട്ടു. പിന്നെ അവിടെ നമ്മൾ തുണി ഉണ്ടാക്കി, ആ തുണി നമ്മൾ ആവശ്യക്കാർക്ക് എത്തിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. അപ്പൊ അതെന്താണ്? തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അപ്പൊ ഈ 3 മേഖലകളും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴേ ഒരു രാജ്യത്ത് എന്തുണ്ടാവുന്നുള്ളൂ? സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നുള്ളൂ. കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖലയിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള സാധനങ്ങൾ നമ്മൾ ദ്വിതീയ മേഖലയിലേക്ക് അല്ലെ അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം അതെന്താണ്? ഗതാഗതം, വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് മറ്റ് ടെക്സ്റ്റൈൽസിലേക്കും ഒക്കെ എത്തിക്കുന്നു, ആവശ്യക്കാർക്ക് എത്തിക്കുന്നു. അപ്പൊ അതെന്താണ്? പരസ്പരം 3 മേഖലകളും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് CSO എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഈ CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 3ആയിട്ട് ഇങ്ങനെ വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ CSO എന്താണെന്ന് അറിയണം, എങ്കിലാണ് നമുക്ക് ആ വർഗീകരണം പറയുമ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ CSO എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് CSO? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുക. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഇതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ചുമതലകൾ. എന്തൊക്കെയാണ്? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു.
അപ്പോൾ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ CSO എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാ? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. നമുക്ക് സ്ഥിര PSCയുടെ ഭാഗത്ത് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത്, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവയാണ്. ഇനി ദ്വിതീയ മേഖലയിൽ വരുന്നത് എന്തൊക്കെയാ? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം എന്നിവയാണ്. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. ഇനി തൃതീയ മേഖലയിൽ വരുന്നതാണ് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഇപ്പൊ സേവന മേഖലയിലാണ് ബാക്കി എല്ലാം വരിക. തൃതീയ മേഖലയിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തൃതീയ മേഖലയാണ്, സേവന മേഖലയാണ്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യാവസായിക മേഖല, പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കാർഷിക മേഖല. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏതിൽ നിന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്? എക്കണോമിക് സർവേ 2012-13 എക്കണോമിക് സർവേയിൽ നിന്നും കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനം. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രാഥമിക മേഖല, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടത് അല്ലെ, പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം നോക്കൂ. 1993 64.9, 2005 56.5, 2011 53.2. അപ്പൊ പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം കൂടുതൽ തന്നെയാണ്. എന്നാൽ ദ്വിതീയ മേഖലയിലെ, അതായത് വ്യാവസായിക മേഖലയിലെ തൊഴിൽ ലഭ്യത എങ്ങനെയാണ്? 14.2, 18.7, 21.5 കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ പ്രാഥമിക മേഖലയെ അപേക്ഷിച്ച് എന്താണ്? ശതമാനം കുറവാണ്, തൊഴിൽ ലഭ്യതയുടെ ശതമാനം കുറവാണ്. തൃതീയ മേഖല അതുപോലെ 93 20.9%, 2005 24.8, 2011 ആകുമ്പോഴേക്കും 25.3. അപ്പോൾ ആ ശതമാനത്തിൽ കൂടുതൽ, അതായത് മുന്നേറ്റം വരുന്നുണ്ട്. പക്ഷെ പ്രാഥമിക മേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താ തന്നെയാണ്? കുറവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത. അതായത് നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രാഥമിക മേഖലയിൽ നിന്നാണ്. അവിടെ തന്നെയാണ് എന്ത് വരുന്നത്? ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനവും വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? തൃതീയ മേഖല, സേവന മേഖലയിലാണ് അത് കഴിഞ്ഞ് വരുന്നത്. ഏറ്റവും അവസാനമാണ് ദ്വിതീയ മേഖലയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം. അപ്പൊ ഈ ഒരു ടേബിൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത വരുന്നത് പ്രാഥമിക മേഖലയിലാണ്, രണ്ടാം സ്ഥാനം സേവന മേഖലയിലാണ്, മൂന്നാം സ്ഥാനത്താണ് വ്യാവസായിക മേഖല എന്നത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഭക്ഷ്യോൽപാദനം. അപ്പൊ എന്താണ്? ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് അല്ലെ, നമുക്കറിയാം കൃഷിയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം കൂടുതലാണ്. അപ്പൊ ഭക്ഷ്യോൽപാദനം എല്ലാം വളരെയധികം കൂടുതലാണ്. പക്ഷേ എങ്കിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെയും എക്കണോമിക് സർവേ 2012-13 കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സർവേയുടെ അനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഇവിടെ 10,00,000 ടണ്ണിലാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, ഭക്ഷ്യോൽപാദനത്തിന്റെ ശതമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യത്തിൽ ഇതാണ് കുറവുണ്ടോ? ഇല്ല, ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, വിതരണത്തിലെ അപാകത. ഭക്ഷ്യോൽപാദനം കൂടുതലുണ്ട്, ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് വിതരണം ചെയ്യുന്നത് അല്ലെ, അതിലുള്ള അപാകതയാണ്.
പിന്നെ സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷി കുറവ്. കാശുള്ളവൻ കാശുള്ള രീതിക്ക് വാങ്ങിക്കും, അല്ലാത്തവൻ വാങ്ങിക്കാൻ സാധിക്കാതിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ സാധനം വാങ്ങിക്കുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവും വിതരണത്തിലെ അപാകതയുമാണ് ദാരിദ്ര്യത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് ഭക്ഷ്യസുരക്ഷ? എന്താണ് ഭക്ഷ്യസുരക്ഷ? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും എന്ത് ചെയ്യണം? സജീവമായിട്ടും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയാൻ വേണ്ടി പറ്റാം. ഓക്കെ, ഭക്ഷ്യ സുരക്ഷ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഒരു കോളം കണ്ടോ? ദാരിദ്ര്യം അല്ലെങ്കിൽ പോവേർട്ടി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ദാരിദ്ര്യം? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ ദരിദ്രരാണ്. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ ദരിദ്രരായിട്ടാണ് കണക്കാക്കുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഈ ശതമാനം എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയുടെ ദാരിദ്ര്യം 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എത്രയാണ്? 29.8%. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ ശതമാനമുള്ളത് ബീഹാറിലാണ്. ഏറ്റവും കൂടുതൽ ബീഹാറിലാണ് 53.5%. ഏറ്റവും കുറവ് ദാരിദ്ര്യം എവിടെയാണ്? 9.5%. ഹിമാചൽ പ്രദേശാണ്. രണ്ടാം സ്ഥാനത്ത് കേരളമാണ്. 12%. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ബീഹാർ 53.5, കുറവ് ഹിമാചൽ പ്രദേശ്, രണ്ടാം സ്ഥാനത്ത് കേരളമാണ്. 12% മാത്രമാണ് ദാരിദ്ര്യം ഉള്ളത്. ഓക്കെ, ആ ഒരു ശതമാനത്തിന്റെ കണക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പൊ ദാരിദ്ര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ ദാരിദ്ര്യരുടെ ശതമാനം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, അല്ലെ? അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം, അല്ലെ? ബ്രിട്ടീഷുകാരുടെ വരവിന് മുന്നേ നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു? സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അതാണ് സെൽഫ് സഫിഷ്യൻസി, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു. അതിനെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും എന്താന്നുള്ളത് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും പൊതുവിതരണ സമ്പ്രദായവും എല്ലാം, അല്ലെ, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സർക്കാർ നടപ്പിലാക്കി വരുന്ന കുറച്ച് പദ്ധതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാണ്? അന്നപൂർണ. സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളും ഉണ്ട്, രണ്ടും രണ്ടാണ്. സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണ്? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി സർക്കാർ പരിപാടികൾ ഏതൊക്കെയാണ്? സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇത് മൂന്നുമാണ് സർക്കാർ പരിപാടികൾ. ഇനി ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നോക്കാം. ആദ്യം പരിപാടികളും പദ്ധതികളും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക്
പദ്ധതികൾ പഠിക്കാം അല്ലെ. ആദ്യത്തെ പദ്ധതി ഏതാ നമ്മൾ പറഞ്ഞത്? അന്നപൂർണ. എന്താണ് അന്നപൂർണ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതിയാണ് അന്നപൂർണ. എന്താണ് അവർക്ക് നൽകുന്നത്? മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അപ്പോൾ അന്നപൂർണ എന്ന് പറയുമ്പോൾ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ. മാസം 10 കിലോ അരിയാണ് സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ നൽകുന്നത്. അപ്പൊ അന്നപൂർണ ക്ലിയർ ആയി. അടുത്തതാണ് അന്ത്യോദയ അന്നയോജന. അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക്. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. അതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് എന്താണ്? തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. പിന്നെയോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നത്. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗവും ആര് തന്നെയാണ്? സ്ത്രീകളാണ്. സ്ത്രീകളായിരിക്കണം, അത് നിയമമാണ്. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇനി ഒരു പദ്ധതി കൂടി ഉണ്ടല്ലോ, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പൊ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് പദ്ധതികൾ. ഇനി നമുക്ക് പരിപാടികളുണ്ട് അല്ലെ. ഒന്നാമത്തേത് ഉച്ചഭക്ഷണ പരിപാടി. അത് നമുക്ക് അറിയുന്നതാണല്ലോ. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് നൽകുന്നു? സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന പരിപാടിയാണ് ഉച്ചഭക്ഷണ പരിപാടി. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. എന്താണത്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുകയാണ് ചെയ്യുന്നത്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അടുത്തത് സംയോജിത ശിശു വികസന പരിപാടി. സംയോജിത ശിശു വികസന പരിപാടി എന്ന് വെച്ചാൽ അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. സംയോജിത ശിശു വികസന പരിപാടി അംഗൻവാടികൾ മുഖേന നടപ്പിലാക്കുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. നമുക്കറിയാം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് അമൃതപ്പൊടി ഇതൊക്കെ പറഞ്ഞത്, അതുപോലെ ചെറുപയർ, ധാന്യങ്ങളും നിലക്കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക് ധാന്യപ്പൊടി എന്ന് പറഞ്ഞ് കോറ അല്ലെ, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മുലയൂട്ടുന്ന അമ്മമാർക്ക് അതുപോലെ തന്നെ ധാന്യപ്പൊടി കൊടുക്കുന്നത്, അതെല്ലാം നമ്മൾ കണ്ടിട്ടാണ്. അതൊക്കെയാണ് ഇന്ന് സംയോജിത ശിശു വികസന പരിപാടി എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയുമാണ് അവിടെ പരിപാടികളും പദ്ധതികളും വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കേരളവും പൊതുവിതരണ സമ്പ്രദായവുമാണ്. ഓക്കെ, എന്താണ് പൊതുവിതരണ സംവിധാനം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുമായിട്ടുള്ള സ്ഥാപനങ്ങൾ. എക്സാമ്പിൾ സപ്ലൈകോ. ഓക്കെ, സപ്ലൈകോ ഒക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എന്ത് ഈ പൊതുവിതരണ സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം.
ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമം, അതായത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പൊതുവിതരണ സമ്പ്രദായം അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം, അതിൽ വരുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുവിതരണ കേന്ദ്രം ലഭ്യമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ എല്ലാം ലഭിക്കുന്നത് പൊതുവിതരണ കേന്ദ്രത്തിലൂടെയാണ്. ഇനി ഹോർട്ടികോർപ്പ് എന്താ പച്ചക്കറികളാണ് അവിടെ ലഭ്യമാകുന്നത്. ബാക്കി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവിടെ എല്ലാം എന്ത് നമുക്ക് ലഭിക്കും? എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ് പൊതുവിതരണ സംവിധാനത്തിന് എക്സാമ്പിൾ ആണ്. അത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പഠിക്കാനുണ്ട്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഓർത്തിരിക്കുക, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെന്റ് അംഗീകരിച്ചത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുന്നത്. നമുക്കറിയാം റേഷൻ കട, മാവേലി സ്റ്റോറിലൊക്കെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്ര പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവിടെയുള്ളത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഇതൊക്കെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതകൾ. പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്.